പ്രിയമുള്ള കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വിക്ടേഴ്സ് ചാനലിൽ മിറർ ഇക്വേഷൻ ആൻഡ് ഫോക്കൽ ലെങ്ത്, ദർപ്പണ സമവാക്യവും ഫോക്കൽ ദൂരവും എന്ന ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും കൂടെ ഒന്നിച്ച് മനസ്സിലാകുന്ന രീതിയിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഭാഗമൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങളാണ് അതിന്ന് ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതുപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ മിറർ ഇക്വേഷൻ, അതുപോലെ തന്നെ അടുത്ത ഭാഗമാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ ലളിതമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ദർപ്പണ സമവാക്യം, ഫോക്കസ് ദൂരം, മിറർ ഇക്വേഷൻ ആൻഡ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോൾ കോൺകേവ് ദർപ്പണമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. കോൺകേവ് ദർപ്പണത്തിൽ ഓരോ അതിൻ്റെ സ്ഥാനങ്ങളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം വസ്തുവിൻ്റെ ഇതാണ് വസ്തു, ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നതാണ് വസ്തു, ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നതാണ് വസ്തു. ഇപ്പം വസ്തുവിലേക്ക് ഉള്ള ദൂരം, അതായത് ഇതാണ് ദർപ്പണം, ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം, ആ വസ്തുവിലേക്കുള്ള ദൂരത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് യു, കേട്ടോ, മറന്നു പോകരുത്. അതുപോലെ ഇതാണ് പ്രതിബിംബം, ഈ പ്രതിബിംബത്തിലേക്കുള്ള ദൂരത്തെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് വി, ചെറിയ അക്ഷരം യു, ചെറിയ അക്ഷരം വി. ഇനിയും ഫോക്കസ് ഇവിടെയായിട്ടാണ് ഫോക്കസ് എങ്കിൽ ഈ ദൂരമാണ് നിങ്ങൾക്കറിയാം, എന്താണ്, എഫ് എന്ന് പറയും, ചെറിയ അക്ഷരം എഫ് ആണ്, കേട്ടോ, എഫ്. ഇത് മൂന്നും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വസ്തുവിലേക്കുള്ള ദൂരം, വസ്തുവിലേക്കുള്ള ദൂരം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു. അതുപോലെ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം ഇമേജ് ഡിസ്റ്റൻസ് വി, മറന്നു പോകരുത് കേട്ടോ, ഇമേജ് ഡിസ്റ്റൻസ് വി. അതുപോലെ ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത് എഫ്. ഇപ്പോൾ ഈ മൂന്ന് ടേംസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഉള്ള ഇക്വേഷനാണ് നമ്മൾ മിറർ ഇക്വേഷൻ എന്ന് പറയും. ഇതാണ് മിറർ ഇക്വേഷൻ. നിങ്ങൾ അടുത്ത പാഠത്തിൽ ലെൻസ് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെൻസ് ഇക്വേഷനും ഇതും തമ്മിൽ മാറിപ്പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പോസിറ്റീവാണ് എന്നുള്ള കാര്യം മറക്കണ്ട. 1/f = 1/u + 1/v. ഇതാണ് മിറർ ഇക്വേഷൻ. ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് സാധാരണ ചോദിക്കാറില്ല, അതൊക്കെ +2 ക്ലാസ്സുകളിലാണ്. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രോബ്ലം ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിനുള്ള ആ ഇക്വേഷനെ ഞാൻ ഈ രൂപത്തിലേക്ക് മാറ്റിയതാണ്, കേട്ടോ. മിറർ ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നേരത്തെ ഈ ഇക്വേഷൻ, ആദ്യം നമുക്ക് ഫോക്കൽ ദൂരം, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, uv / u + v. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെറിയ അക്ഷരമാണ്, കേട്ടോ, uv / u + v. അതുപോലെ തന്നെ നമുക്ക് വസ്തുവിലേക്കുള്ള ദൂരം, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുവാൻ വേണ്ടി ഏതാണ്, vf / v - f. ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത്, അതായത് 1/u ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ -1/u ആയി, അല്ലേ. എന്നിട്ട് നമ്മളതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക്, അല്ലെങ്കിൽ ഇതാ നമുക്ക് uf / u - f. ഈ ഇക്വേഷനിൽ നിന്നാണ്, കേട്ടോ, ഈ 3 ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് മിറർ ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ആ 3 ഇക്വേഷൻ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇതും നിങ്ങൾ പഠിക്കണം, കേട്ടോ. ഇത് പഠിച്ചാൽ മാത്രം പോരാ, ഇതിൻ്റെ ചിഹ്നരീതികൾ, സൈൻ കൺവെൻഷൻ വരുന്നുണ്ട്, അതാണ് നമ്മൾ ഇനി അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ഈ സൈൻ കൺവെൻഷൻ, അതായത് ചിഹ്നം കൊടുക്കുന്നത്, കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇത് നമ്മുടെ മിറർ ദർപ്പണ സമവാക്യമാണ്. ഈ 3 സമവാക്യങ്ങളും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി പറയാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ നോക്കുക, x ഇട്ടിട്ടുണ്ട്, അല്ലേ. ഇതൊരു ഗ്രാഫായിട്ട് നിങ്ങൾ കണക്കാക്കുക. ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ്, ഇത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനാണ്. ഇത് നെഗറ്റീവ് എക്സ് ഡയറക്ഷന്, ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ.
അതുപോലെ മുകളിലേക്കുള്ളത് പോസിറ്റീവ് വൈ ഡയറക്ഷനും താഴേക്കുള്ളത് നെഗറ്റീവ് വൈയുമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇനിയും ശ്രദ്ധിക്കുക, ഈ പോസിറ്റീവിൻ്റെ ഇങ്ങോട്ടേക്കുള്ളതെല്ലാം ഇങ്ങോട്ടേക്കുള്ള എല്ലാ മെഷർമെൻറ്റും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ദിശയിലേക്ക് ഉള്ളതെല്ലാം എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ദർപ്പണത്തിൻ്റെ ലെഫ്റ്റിലേക്കുള്ളതെല്ലാം ഡിസ്റ്റൻറ്റ് ടുവേഴ്സ് ദ ലെഫ്റ്റ് നെഗറ്റീവ്, ഡിസ്റ്റൻറ്റ് ടുവേഴ്സ് ദ റൈറ്റ് പോസിറ്റീവ്. ഇത് മറന്നു പോകരുത്. അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ അളവുകളും എന്താണ്? ഈ ഭാഗത്തുള്ള എല്ലാ അളവുകളും നെഗറ്റീവാണ്. മനസ്സിലായോ? ഈ ഭാഗത്തുള്ള, അതായത് ഈ ഇത് കണ്ടോ, ഈ ഇവിടുന്ന് ഈ ഭാഗത്തുള്ള എല്ലാ അളവുകളും എന്താണ്? പോസിറ്റീവാണ്. ഈ ഭാഗത്തുള്ളതെല്ലാം എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, ഇത് പഠിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് മനസ്സിലാകും കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇതാ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദൂരം, ഇടത്തേക്കുള്ളതൊക്കെ നെഗറ്റീവ്, വലത്തേക്കുള്ളതെല്ലാം പോസിറ്റീവ്. അപ്പോൾ ഇതൊരു കോൺകേവ് ദർപ്പണമാണ്. ഇനി നമ്മൾ വസ്തുവിൻ്റെ ഉയരം പറയുവാണെങ്കിൽ ഹൈറ്റ്, ഇത് കണ്ടോ, ഇതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്, ഇത് വൈ അല്ലേ? ഓക്കെ, ഇപ്പം ഈ താഴേക്കുള്ളത് നെഗറ്റീവ് വൈ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മുകളിലേക്കുള്ളതോ പോസിറ്റീവ് വൈ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ മുകളിലേക്കുള്ളതെല്ലാം എന്തായിരിക്കും? ഹൈറ്റ് അപ്വേർഡ്സ്, അതായത് ഉയരം മുകളിലേക്ക് എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, ഉയരം താഴേക്ക് ഡൗൺവേർഡ്സ് എന്താണ്? നെഗറ്റീവാണ്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ വസ്തുവിൻ്റെ ദൂരം പോസിറ്റീവാണോ നെഗറ്റീവാണോ? വസ്തുവിൻ്റെ ദൂരം പോസിറ്റീവ്, അതായത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് പോസിറ്റീവ്. ഈ ഇമേജിൻ്റെ ഹൈറ്റോ നെഗറ്റീവാണ്. ഓക്കെ, ക്ലിയർ ആയി? ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം. നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഫോക്കസ് ദൂരം ഇപ്പം നമ്മൾ യുവും വിയും കണ്ടല്ലേ? അല്ലേ? ഇവിടെ യു, ഇപ്പം ഈ യു എന്താണ്? ഈ യു എന്താ? ഈ യു നെഗറ്റീവാണ്. ഈ വി യു എന്താണ്? നെഗറ്റീവാണ് അല്ലേ? മനസ്സിലായോ? ഈ യു നെഗറ്റീവ് ആകാൻ കാരണം എന്താണ്? ഈ ഭാഗത്തല്ലേ ഇത് നമ്മൾ അളക്കുന്നത്. ഇത് ഈ വസ്തു ഇവിടെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുന്നല്ലേ അളക്കുന്നത്. അതുപോലെ ഇവിടെ ഇത് നോക്കിയേ, ഇത് ഇങ്ങോട്ട് ഇങ്ങനെയല്ലേ അളക്കുന്നത് അല്ലേ? അപ്പോൾ ഇതെല്ലാം എന്താണ്? ഈ ഭാഗത്തുള്ളതെല്ലാം എന്താണ്? നെഗറ്റീവാണ് കേട്ടോ. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് ഇത് പറഞ്ഞു തരാം. നമുക്ക് ആദ്യം ഫോക്കൽ ദൂരം മനസ്സിലാക്കണം. ഇപ്പം ഇത് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ് കേട്ടോ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടം മുതൽ ഇവിടം വരെയാണ് ഫോക്കൽ ദൂരം കേട്ടോ. ഇതാണ് ഫോക്കൽ ദൂരം. ഇത് പോസിറ്റീവാണ്. കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ ഭാഗത്തുള്ള അളവുകളെല്ലാം, ഇങ്ങോട്ടേക്കുള്ള അളവുകളെല്ലാം എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഒരു കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ്. മറക്കരുത് കേട്ടോ. കോൺവെക്സ് ആണിത് കേട്ടോ. ഇത് കണ്ടോ, ഇതിവിടെ വന്ന് പതിച്ച്, ഇത് കോൺവെക്സ് മിററിൻ്റെ ഫോക്കസ് ഫോർമേഷൻ്റെ ചിത്രമാണ്. അത് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെങ്ത് ഫോക്കൽ ലെങ്ത് ആണ്. അത് നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഫോക്കൽ ലെങ്ത് കോൺവെക്സ് മിററിന് 10 എന്ന് തന്നാൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് അവിടെ എന്തെഴുതണം? -10 എന്ന് എഴുതണം കേട്ടോ. സോറി, +10 എന്ന് തന്നെ എഴുതണം. 10 എന്ന് എഴുതിയ മാറ്റമില്ല, പോസിറ്റീവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം പോസിറ്റീവ്. ഇനി കോൺകേവ് ദർപ്പണം, ഒരു കോൺകേവ് മിററിലെ ഫോക്കസ് ദൂരം നെഗറ്റീവാണ്. ഓക്കെ, നോക്കിയേ, ഇവിടെ നോക്കി, ഇത് എവിടെ? ഇതാണ് ഫോക്കൽ ലെങ്ത്, ഇതാണ് ഫോക്കൽ ലെങ്ത്, ഇതാണ് ഫോക്കൽ ലെങ്ത്. ഇത് നോക്കി, ഇത് ഈ ഭാഗത്തല്ലേ, ഇടതുവശത്തല്ലേ അല്ലേ? നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസിൻ്റെ ഇത് നെഗറ്റീവ് സൈഡല്ലേ ഇത് വരുന്നത്, നെഗറ്റീവ് എക്സ് ആക്സിസ് അല്ലേ? അപ്പോൾ ഇതെന്താണ്? നെഗറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഫോക്കൽ ലെങ്ത് നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത് തന്നു, ഫോക്കൽ ലെങ്ത് 10 എന്ന് തന്നു. അപ്പം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ നേരത്തെ അത് എന്ത് എഴുതണം? എഫ് സമം -10 എന്ന് കൃത്യമായിട്ട് എഴുതണം കേട്ടോ. അപ്പം അത് നമുക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് വസ്തുദൂരം നോക്കാം. വസ്തുദൂരം നെഗറ്റീവായിരിക്കും. ഏതിൻ്റെ? രണ്ട് ദർപ്പണത്തിൻ്റെയും. കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും നമ്മൾ വസ്തുവിനെ എവിടെയാണ് വെക്കുന്നത്? ഇവിടെയാണ് വെക്കുന്നത് അല്ലേ? ഇവിടെയാണ് വെക്കുന്നത്. പ്രതിബിംബം എപ്പോഴും ഇവിടെ കിട്ടണമെന്നുണ്ടോ? ഇല്ല, അപ്പുറം ഇപ്പുറം ഒക്കെ പോകാം അല്ലേ?
അതുകൊണ്ട് ഈ വസ്തു എപ്പോഴും ഇവിടെ വെക്കുന്നതിനാൽ വസ്തു ദൂരം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. യു നിങ്ങൾക്ക് കണ്ണും പൂട്ടി എഴുതാം. ഇപ്പോൾ ഒരു പ്രോബ്ലം തരുമ്പോൾ 20 സെൻറ്റിമീറ്റർ മുമ്പിലായി വസ്തു വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ യു എന്താ എഴുതണം? -20 എന്ന് എഴുതണം കേട്ടോ. അത് കോൺകേവ് ദർപ്പണമാണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും യു എപ്പോഴും എന്താണ്? നെഗറ്റീവാണ്. ഇനിയും യഥാർത്ഥ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം നെഗറ്റീവ് ആയിരിക്കും. റിയൽ ഇമേജ് ആണെങ്കിൽ അതിലേക്കുള്ള ദൂരം നെഗറ്റീവ് ആയിരിക്കും. ഇതാ ഇവിടെ വീണ്ടും കാണാം. ഇതിപ്പോൾ ഒരു റിയൽ ഇമേജ് ആണ് അല്ലേ? റിയൽ ഇമേജ് തല കീഴായതായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലേ? മിഥ്യാപ്രതിബിംബം. റിയൽ ഇമേജിന് പറയുന്ന പേരാണ് മിഥ്യാപ്രതിബിംബം. ഇത് ഇൻവേർട്ടഡ് ആണ് അല്ലേ? ഈ ദൂരം നെഗറ്റീവ് അല്ലേ? ഞാൻ ഇതാ ഇവിടെ വരച്ചിട്ടേക്കുന്നുണ്ടോ? നെഗറ്റീവ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ത്? യഥാർത്ഥ പ്രതിബിംബത്തിലേക്കുള്ള റിയൽ ഇമേജിലേക്കുള്ള അത് നെഗറ്റീവാണ് കേട്ടോ, യഥാർത്ഥ പ്രതിബിംബം. ഇനിയും മിഥ്യാപ്രതിബിംബത്തിലേക്കുള്ള ദൂരം വെർച്വൽ ഇമേജ് ഉണ്ടോ? മിഥ്യാപ്രതിബിംബത്തിന് എന്താണ്? വെർച്വൽ ഇമേജിലേക്കുള്ള ദൂരം പോസിറ്റീവ് ആയിരിക്കും. അതിനുവേണ്ടി ഞാനിവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് മിഥ്യാപ്രതിബിംബമാണ് അല്ലെ? കോൺകേവ് ദർപ്പണത്തിന്റെ മിഥ്യാപ്രതിബിംബമാണ്. ഇവിടെ ഇത് കണ്ടോ? പ്രതിബിംബ ദൂരം ഞാൻ കൊടുത്തിരിക്കുന്നതാണ് എന്താണ്? പോസിറ്റീവാണ്. കാരണം എന്താണ്? ഈ വലത് സൈഡിലാണ്, ഈ പോസിറ്റീവ് സൈഡിലാണ് നമുക്കിത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൂരം പോസിറ്റീവാണ്, മിഥ്യാപ്രതിബിംബം. അപ്പൊ ഇത് ഓർത്തിരുന്നാൽ മതി. യഥാർത്ഥ പ്രതിബിംബം റിയൽ ഇമേജിലേക്കുള്ള ദൂരം വി നെഗറ്റീവ്, മിഥ്യാപ്രതിബിംബത്തിലേക്കുള്ള വെർച്വൽ ഇമേജിലേക്കുള്ള ദൂരം പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നത് കാണിച്ചിട്ടുണ്ട്. കോൺകേവ് മിറർ സിക്കും അപ്പുറമാണ്, ബിയോണ്ട് സിക്കാണ്. അപ്പം നോക്കിക്കേ, യു കണ്ടോ? നെഗറ്റീവ്, യു നെഗറ്റീവ് കണ്ടോ? വസ്തുദൂരം ഇതല്ലേ വസ്തുദൂരം? ഓക്കെ, യു നെഗറ്റീവ്. അടുത്ത ഇതാ വി പ്രതിബിംബം, യഥാർത്ഥ പ്രതിബിംബം അല്ലേ? അപ്പൊ യഥാർത്ഥ പ്രതിബിംബമാണ്. യഥാർത്ഥ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എന്താണ്? നെഗറ്റീവ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് വസ്തുദൂരം എപ്പോഴും നെഗറ്റീവാണ്. യഥാർത്ഥ പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും നെഗറ്റീവ് കേട്ടോ. ഇനിയും വസ്തുവിന്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഇത് മുകളിലേക്കല്ലേ? മുകളിലേക്കുള്ളതെല്ലാം എന്താണ്? പോസിറ്റീവ്. താഴേക്കുള്ളതോ? വസ്തുവിന്റെ പ്രതിബിംബത്തിന്റെ ഉയരം എന്താണ്? താഴേക്കുള്ളതെല്ലാം നെഗറ്റീവ്. HI എന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ, പ്രതിബിംബത്തിലേക്കുള്ള ഉയരം. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായില്ലേ ഏതിനാണ് നെഗറ്റീവ്, ഏതിനാണ് പോസിറ്റീവ്? ഇത് കഴിഞ്ഞ് മറ്റൊരു ഉദാഹരണം ഇവിടെ നോക്കിക്കേ. വസ്തു സിയിലാണ്, ഒബ്ജക്റ്റ് ഈസ് അറ്റ് സി അല്ലേ? ഈ ദൂരം എന്തായിരിക്കും? യു എപ്പോഴും നെഗറ്റീവാണ്. അതുപോലെ പ്രതിബിംബം യഥാർത്ഥമാണ് അല്ലേ? ഇമേജ് റിയൽ ഇമേജ് ആണ്. അപ്പോൾ ഈ റിയൽ ഇമേജ് എന്താണ്? റിയൽ ഇമേജിന്റെ ഇമേജ് ഡിസ്റ്റൻസ്, പ്രതിബിംബ ദൂരം എപ്പോഴും ഇതാണ് പ്രതിബിംബ ദൂരം, അത് നെഗറ്റീവാണ്. പിന്നെ ഇതാ മുകളിലേക്കുള്ള ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവ്, താഴേക്കുള്ളത് നെഗറ്റീവ്. ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷൻ വരുന്ന മേഖല. അതായത് ഇവിടെ യു എപ്പോഴും നെഗറ്റീവ് കണ്ടോ? ഇതാ വസ്തു ഇരിക്കുന്നുണ്ട് കണ്ടോ? പോളിനും എഫിനും ഇടയിലാണ് കേട്ടോ ഈ വസ്തു ഇരിക്കുന്നത് കണ്ടോ? ഇതാണ് വസ്തു ദൂരം അല്ലെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. എന്താണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്? എപ്പോഴും നെഗറ്റീവ്. ഇത് എപ്പോഴാണ് ഇത് കൊടുക്കേണ്ടത്? നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നേരത്തെ ഈ സൈൻ കൃത്യമായിട്ട് കൊടുത്തില്ലേ നിങ്ങൾക്ക് തെറ്റിപ്പോവും, മാർക്ക് നഷ്ടപ്പെടും. ഇനി വസ്തുവിന്റെ ഉയരം ഇതുപോലെ തന്നെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. വസ്തുവിന്റെ ഉയരം പോസിറ്റീവ്, നിങ്ങൾക്ക് കണ്ണും പൂട്ടി എഴുതാം. പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രതിബിംബം എവിടെ ഉണ്ടായേ? ദർപ്പണത്തിന്റെ പുറകിലാണ്, ബിഹൈൻഡ് ദ മിറർ ആണ് അല്ലെ? അത് എന്ത് പ്രതിബിംബമാ? വെർച്വൽ ഇമേജ് ആണ് അല്ലെ? വെർച്വൽ ഇമേജ്, മിഥ്യാപ്രതിബിംബത്തിലേക്കുള്ള ദൂരം, പ്രതിബിംബ ദൂരം. അപ്പൊ ഇവിടെ എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് എന്താണ്? ഇതാ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, ഏതാണ്? പോസിറ്റീവാണ് കേട്ടോ. അതുപോലെ ഇമേജ് ഹൈറ്റും എന്താണ്? പോസിറ്റീവായി കേട്ടോ. അപ്പൊ നമുക്കൊരു വളരെ എളുപ്പത്തിലൊരു കാര്യം മനസ്സിലായി. ഈ മിഥ്യാപ്രതിബിംബം കോൺകേവ് ദർപ്പണം ഒരു സമയത്തേ ഉണ്ടാക്കുന്നുള്ളൂ അല്ലെ? കോൺകേവ് മിററും മിഥ്യാപ്രതിബിംബം ഒരു സമയത്ത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ആ സമയത്ത് പ്രതിബിംബ ദൂരം പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. പ്രതിബിംബത്തിന്റെ ഉയരവും പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് കോൺവെക്സ് ദർപ്പണത്തിന്റെ നോക്കണ്ടേ? കോൺവെക്സ് ദർപ്പണം വളരെ എളുപ്പമാണ്. കോൺവെക്സ് ദർപ്പണം വസ്തുവിന്റെ ദൂരം യു നെഗറ്റീവ്. ഞാൻ പറഞ്ഞു ഏത് കേസിലാണെങ്കിലും, കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും വസ്തുവിന്റെ ദൂരം നെഗറ്റീവാണ്. പ്രതിബിംബം മിഥ്യാപ്രതിബിംബമാണ്
അല്ല ഇവിടെയല്ല രൂപപ്പെടുന്നത്, ആ ഇവിടെ വെച്ചു ചെറുതും സ്മോൾ എറക്റ്റ് ആൻഡ് വെർച്വൽ, ഇതാ ചെറുത് മിഥ്യ. ഇതെവിടെയാ വന്നത്? ഈ സൈഡിലല്ലേ. അപ്പോൾ ഇതെന്താണ്? പോസിറ്റീവ്. ഈ കേസിൽ പോസിറ്റീവ്. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് പോസിറ്റീവ്, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഉയരം, വസ്തുവിൻ്റെ ഉയരവും പ്രതിബിംബത്തിൻ്റെ ഉയരവും എല്ലാം പോസിറ്റീവ്. കാരണം മിഥ്യയാണല്ലോ, മിഥ്യയാണെങ്കിൽ അങ്ങനെ വരത്തുള്ളൂ കേട്ടോ. എന്ത് മാത്രമേ നെഗറ്റീവ് ഉള്ളൂ? യു മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. ഒന്നൊരിക്കൽ കോൺവെക്സ് ദർപ്പണത്തിൽ വസ്തുവിലേക്കുള്ള ദൂരം മാത്രം നെഗറ്റീവ്, മറ്റുള്ളവ പോസിറ്റീവ്. കോൺവെക്സ് ദർപ്പണത്തെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് സംശയം വരുമോ? നോക്കിയേ, കോൺകേവ് ദർപ്പണത്തിൽ നിന്നും നമുക്ക് ഏറ്റവും സവിശേഷതയായിട്ടുള്ളത് എന്താ? ഇതിന്റെ ഫോക്കൽ ദൂരം വരെയും പോസിറ്റീവ്, അത് മറക്കരുത് കേട്ടോ. ഫോക്കൽ ദൂരം വരെ എന്താണ്? പോസിറ്റീവാണ്. ഏത്? കോൺവെക്സ് ദർപ്പണത്തിൽ. അപ്പൊ കോൺവെക്സ് ദർപ്പണത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വസ്തുവിലേക്കുള്ള ദൂരം, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മാത്രമേ നെഗറ്റീവ് ഉള്ളൂ, മറ്റുള്ളവയെല്ലാം പോസിറ്റീവാണ്. അത് ഓർത്തിരുന്നാൽ നമുക്ക് വളരെ എളുപ്പമാണ് പ്രോബ്ലം ചെയ്യാൻ. അപ്പം തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. കാരണം നമുക്ക് കുറേ സമയമായി പോകും. പ്രോബ്ലം സെക്ഷൻ, അതായത് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം വളരെ ലളിതമായിട്ട് വിശദീകരിച്ച് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.